കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് വീണ്ടും നോട്ടീസ്. 31 പേർക്കാണ് കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് നോട്ടീസ് അയച്ചത്. എന്നാൽ നേരിട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയോ ജീവനക്കാരെയോ പ്രതി ചേർത്തിട്ടുമില്ല. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, നേരിട്ട് ഉത്തരവാദികളായവരെ പ്രതി ചേർക്കാതെ കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് 31 പേർക്ക് ഈ മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സഹകരണ വകുപ്പിന്റെ ഈ നടപടി. ലക്ഷ്മി, ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളായിരുന്ന 31 പേർക്കാണ് കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സഹകരണ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങളുടെ ജാഗ്രത കുറവ് കാരണമുണ്ടായ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വമാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ്. എന്നാൽ ഈ നഷ്ടത്തിന് നേരിട്ട് ഉത്തരവാദികളായിട്ടുള്ള മുൻ ജീവനക്കാരെയോ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെയോ പ്രതി ചേർത്തിട്ടുമില്ല. ഇതിൽ തന്നെ ഇഡിയുടെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ 31 മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് കൂടെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ CPIയുടെ നോമിനികളായിട്ടുള്ള ഈ ഭരണസമിതി അംഗങ്ങളെ കേസ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് നിയമ നടപടികളൊക്കെയായി അങ്ങനെ തുടരുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിക്ഷേപങ്ങളിൽ അധിക പലിശ നൽകി, ബാങ്കിന്റെ വായ്പയിൽ അധിക പലിശ നൽകി, അതോടൊപ്പം തന്നെ ഡിവിഡന്റ് വിതരണത്തിൽ ക്രമക്കേട്, ഒറ്റത്തവണ തീർപ്പാക്കൽ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പലിശ ഇളവ് നൽകി, ഈ സെക്രട്ടറിക്ക് ഗ്രേഡ് അനുവദിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കണക്കിൽ വ്യത്യാസം വന്നു തുടങ്ങിയതാണ് ഈ പുതുതായി ചുമത്തിയിരിക്കുന്നത്. പുതിയ കുറ്റങ്ങൾ, ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പുതുതായി ഇപ്പോൾ ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്. നേരിട്ട് ഉത്തരവാദികളായ എന്തായാലും ഇഡിയുടെ റഡാറിലുണ്ട്. പലരും ഒന്നിലധികം തവണ ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരായ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ ഈ ഇഡിയുടെ അന്വേഷണത്തെ ഒരു സംശയത്തിന്റെ പുകമറയിലാക്കാനോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കാനോ ഒക്കെ ആയിരിക്കും സഹകരണ വകുപ്പിന്റെ ഈ ഒരു നീക്കം എന്നുകൂടി സംശയിക്കണം. തീർച്ചയായും അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇഡി സ്വാഭാവികമായും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായും CPMന്റെ ഉന്നത തലത്തിലുള്ള നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ പ്രതികളിലേക്ക് ഇഡി എത്തുമ്പോഴാണ് ഈ മുൻ ഭരണസമിതി അംഗങ്ങളെ കൂടെ ഈ പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ തുടർന്നുകൊണ്ടിരുന്നത്. എന്തായാലും സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ 31 പേരായിട്ടുള്ള ഈ CPIയുടെ നോമിനികൾ ഉൾപ്പെടെ 31 പേരായിട്ടുള്ള ഭരണസമിതി അംഗങ്ങൾക്കാണ് ഈ പുതിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പ്രതി ചേർത്തുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ലക്ഷ്മി.